ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ശോഭിത എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ശോഭിത. യഥാർത്ഥ പേരല്ല. എനിക്ക് 35 വയസ്സുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറേയേറെ വർഷങ്ങളായി. ഒരു കുട്ടിയുമുണ്ട്. ഭർത്താവ് ഗവൺമെൻറ്റിൽ ഒരു ഫോഴ്സിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന് പല സമയത്താണ് ജോലി. വിളിക്കുമ്പോഴൊക്കെ പോവുകയും വേണം. അതുകൊണ്ട് ഞങ്ങൾ ക്വാർട്ടേഴ്സിലാണ് വർഷങ്ങളായി താമസം. പിന്നെ 3-4 വർഷം കഴിയുമ്പോഴേക്കും പല ക്വാർട്ടേഴ്സുകളായി മാറി മാറി താമസിക്കും. എൻ്റെ വിവാഹം 10 വർഷത്തിന് മുമ്പായിരുന്നു. എൻ്റെ അനിയത്തിയുണ്ട്. അവൾ 32 വയസ്സുള്ളവളാണ്. അവളുടെ കല്യാണം അതിനു മുമ്പേ കഴിഞ്ഞു. കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിച്ചോട്ടം. അവൾ ഇഷ്ടപ്പെട്ട ഒരാളോടൊപ്പം ഒളിച്ചോടി പോവുകയായിരുന്നു. രണ്ടുപേരും ബാംഗ്ലൂർ സെറ്റിലായി. ആദ്യത്തെ 5 വർഷത്തോളം വീട്ടുകാർക്ക് അവളെക്കുറിച്ച് അധിക വിവരമൊന്നും കിട്ടിയില്ല. എൻ്റെ അച്ഛനാണെങ്കിൽ അവളെ തിരക്കി പോയില്ല. അവൾ ഇങ്ങോട്ടും വന്നില്ല. അവളെ ഒരു എഴുതിത്തള്ളിയ അധ്യായമായി കണക്കാക്കണമെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു. ഞങ്ങൾ 2 പെൺമക്കളാണ്. ഇനി എൻ്റെ കല്യാണം വളരെ ആർഭാടമായി നടത്തണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ പ്രണയവും മറ്റു കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് അച്ഛൻ പറഞ്ഞ ആളെ തന്നെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. നാടടച്ച് വിളിച്ചൊരു കല്യാണമായിരുന്നു എൻ്റേത്. പക്ഷേ അപ്പോഴും അനിയത്തി എവിടെയാണെന്ന് ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ല. ബാംഗ്ലൂരാണെന്നറിയാം, അത്രയേ ഉള്ളൂ. വല്ല ബന്ധുക്കളെ കാണുകയാണെങ്കിൽ അവൾ പറഞ്ഞു വിടും, ഞാൻ ഇവിടെയുണ്ട്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ആരെയും കാണാൻ അവൾ ആഗ്രഹിക്കുന്നില്ല എന്ന്. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അച്ഛൻ മരിച്ചുപോയി. ആ സമയത്ത് എൻ്റെ അനിയത്തി നാട്ടിൽ വന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും സെൻറ്റിമെൻറ്റ്സൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മയോട് ഭയങ്കര കൂട്ടായി. അച്ഛൻ മരിച്ചു പോയല്ലോ. അച്ഛൻ സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് അനങ്ങാൻ പറ്റില്ല. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് സാന്ദ്രമായി. അമ്മ തനിയാണ് അവിടെ താമസിക്കുന്നത്. കൂട്ടിന് അടുത്തുള്ളൊരു ചേച്ചി വരും, അത്രയേ ഉള്ളൂ. അമ്മയ്ക്കതിലൊന്നും ഒരു പ്രശ്നവുമില്ല. നല്ല ജോളിയാണ്. അച്ഛൻ മരിച്ചു പോയി കഴിഞ്ഞിട്ട് ഏറ്റവും സാധനം കിട്ടിയ ഒരാളെ പോലെയായിരുന്നു അമ്മയുടെ പെരുമാറ്റം. അമ്മയോട് എൻ്റെ അനിയത്തി സ്നേഹമായി പെരുമാറി കഴിഞ്ഞപ്പോഴേക്കും അമ്മ അങ്ങ് ക്ഷമിച്ചു. പിന്നെ അവളെ എന്ന് വിളിക്കും. ഞാനും അനിയത്തിയും തമ്മിൽ അങ്ങനൊന്നും മിണ്ടാറൊന്നുമില്ല. കാര്യം പണ്ട് തൊട്ട് ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നിന്നു പോരുന്നല്ലോ. അതുകൊണ്ട് അവളോട് എനിക്കും അവൾക്ക് എന്നോടും വലിയ പ്രതിപത്തിയൊന്നുമില്ല. പക്ഷേ അമ്മ വിളിക്കുമ്പോൾ അവൾ വിളിച്ചിരുന്ന കാര്യങ്ങളും കഥകളും ഒക്കെ പറയും. ഇത്രയും നാളായിട്ടും അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും വളരെ സന്തോഷത്തോടുകൂടിയാണ് ജീവിക്കുന്നത്. അവനും അവൾക്കും അവിടെ ജോലിയുണ്ട്. ഇങ്ങനെയൊക്കെ ഡെയിലി അമ്മ അപ്ഡേറ്റ് ചെയ്യും. ഞാനിത് മൂളി കേൾക്കുന്നുള്ളതല്ലാതെ അവളുമായിട്ടോ അല്ലെങ്കിൽ അവളുടെ ഭർത്താവിനെയോ എനിക്കറിയുക പോലുമില്ല. ഇടയ്ക്ക് അവൾ തനിയെ വന്ന് കുറച്ച് ദിവസം താമസിക്കും അമ്മയുടെ കൂടെ. ആ സമയത്ത് അമ്മ എന്നെ വിളിക്കും, നീ വരാൻ. പക്ഷേ ഞാൻ പോകാറില്ല. എന്തോ ഭർത്താവിനെയും കുട്ടിയൊന്ന് വിട്ടിട്ട് അവളുടെ കൂടെ പോയി താമസിക്കാനൊന്നും എനിക്ക് വയ്യ. അല്ലാത്ത സമയത്ത് അമ്മയുടെ കൂടെ മോനുമായി ഞാൻ പോയി 2-3 ദിവസമൊക്കെ താമസിക്കാറുണ്ട്. എന്തോ എൻ്റെ അനിയത്തിയോട് എനിക്ക് പണ്ടേ അകൽച്ചയാണ്. അമ്മയ്ക്കാണെങ്കിൽ അവളോട് ഭയങ്കര കാര്യമാണ്. എനിക്കത് അത്ര ഇഷ്ടമൊന്നും അല്ലെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. 2 വർഷത്തിന് മുമ്പ് ഒരു ദിവസം ഭർത്താവും ഞാനും കുട്ടിയുമായിട്ട് ഒരിടത്ത് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മയൊന്ന് കാണാമെന്ന് വെച്ചിട്ട് വീട്ടിൽ ചെന്ന് കയറി. അപ്പോഴുണ്ട് അവൾ അവിടെയുണ്ട്. അവളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി. അമ്മയാണെങ്കിൽ തലേദിവസം എന്നെ വിളിച്ചതാണ്. പക്ഷേ അവൾ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. ഞങ്ങളെപ്പോലെ സർപ്രൈസായിട്ടാണ് അവൾ വന്നതെന്ന് അമ്മ പറഞ്ഞു. ഭർത്താവ് ഒന്നും കൂടെയില്ല. അവൾ തനിയാണ്. പക്ഷേ അവളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 18കാരിയെ പോലെ ഇരിക്കുന്നു. എന്തൊരു സൗന്ദര്യമാണ്. നല്ല ഗ്ലാമറും പിന്നെ മോഡേൺ ആണല്ലോ. പ്രസവിച്ചിട്ടുമില്ല. അതുകൊണ്ട് എല്ലാ സൗന്ദര്യങ്ങളും അവളിൽ തങ്ങി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ ഭർത്താവ് അവളെ അധികം വട്ടം കണ്ടിട്ടില്ല. അച്ഛൻ മരിച്ച ആ 2 ദിവസങ്ങൾ മാത്രമാണ് കണ്ടത്. അല്ലാതെ അവർ തമ്മിൽ യാതൊരു വിധത്തിലുമുള്ള കോൺവെർസേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ ഭർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൾ ഓടി വന്നിട്ട്, യൂ, ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഇല്ലേ ഒരു സിനിമാ നടനെ പോലെയുണ്ട്, 6 പാക്ക് ആണോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഷർട്ടിൻ്റെ ബട്ടൺസിൽ പിടിച്ചിട്ട് കൊഞ്ചുന്നു. അപ്പോഴേക്ക് ഭർത്താവ് എന്നെ നോക്കി. എൻ്റെ മുഖം ഇരുണ്ടത് കണ്ടപ്പോൾ ഭർത്താവ് പെട്ടെന്ന് തെന്നി മാറിയിട്ട്, ആ എന്തുണ്ട് വിശേഷം, എപ്പോഴാണ് വന്നത് എന്നൊക്കെ കുശലം ചോദിച്ചു. അവൾ പക്ഷേ വിടുന്നില്ല. അയ്യോ, ചേട്ടനെ കണ്ടാലറിയാം, ഒരു 5-6 പേര് വന്നാലും ചേട്ടൻ അടിച്ചിടുവന്ന്, കൈക്കൊക്കെ എന്തൊരു ബലമാ എന്ന് പറഞ്ഞ് ഭർത്താവിന് കൈക്കും മസിൽസിനും ഒക്കെ പിടിച്ചു നോക്കുന്നു. എനിക്കാണെങ്കിൽ അവളുടെ ഓവർ ആക്ഷൻസ് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇത്തിരി അഹങ്കാരമല്ലേ അവൾക്കെന്ന് തോന്നിപ്പോയി. ഭർത്താവിനോട് കണ്ടു കാണിച്ചു അവിടുന്ന് മാറിപ്പോകാൻ. പുള്ളിയാണെങ്കിൽ, ഇവിടെ ഒരു മാവുണ്ടായിരുന്നല്ലോ, അത് പൂത്തോ? അമ്മ പറഞ്ഞു, ഇപ്പം മാങ്ങയുണ്ട് കേട്ടോ, വേണമെങ്കിൽ പോയി പൊട്ടിക്കാം, താഴെ നിൽക്കുക എന്ന് പറഞ്ഞു. ഭർത്താവ് അങ്ങ് പുറകുവശത്തേക്ക് ഇറങ്ങിപ്പോയി. ആ സമയത്ത് അനിയത്തി പറയുകയാണ്, ചേട്ടാ ചായയാണോ കാപ്പിയാണോ, ഞാൻ ഇട്ട് വെക്കാൻ വരുമ്പോഴേക്ക് വന്ന്. ഭർത്താവ് കാപ്പി എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോയി. അപ്പോഴേക്കും അവൾ മുയൽക്കുട്ടി ചാടുന്ന പോലെ അടുക്കളയിലേക്ക് ചാടി.
ഞാൻ പതുക്കെ അമ്മയെ നോക്കി. അമ്മ ഒരു കൂസലുമില്ലാതെ ആട്ടം കാണുന്നത് പോലെ ഇതെല്ലാം രസിച്ച് നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇവൾ എപ്പോഴാണ് കയറും പൊട്ടിച്ച് വന്നത്? ഇവൾക്ക് ഭർത്താവ് ഒന്നുമില്ലേ, കുട്ടികളുമില്ലേ എന്ന് ചോദിച്ചു. കുട്ടികളൊന്നുമില്ല, നിനക്കറിയില്ലേ? അവിടെ ഭർത്താവ് ഭയങ്കര ബിസിയല്ലേ, കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഇവക്ക് പിന്നെ ലീവായപ്പോൾ എന്നെ കാണാൻ വേണ്ടി സർപ്രൈസായിട്ട് വന്നതാണ്. ഭർത്താവ് ഉണ്ടായിട്ടാണോ ആണുങ്ങളെ കാണാത്ത പോലെയുള്ള അവളുടെ പെരുമാറ്റം? അങ്ങേര് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും അവൾ അങ്ങ് ചെന്ന് കയറുകയാണല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. എന്താടി നിനക്ക്? അവളോട് പണ്ടേ നിനക്ക് അസൂയാണ്. അവൾ നിന്നേക്കാൾ സുന്ദരിയാണ്. അവൾ ഒളിച്ചോടി പോയ ചെക്കനും കണ്ടു കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ്. നീയും നിന്റെ ഭർത്താവും കൂടെ വന്ന് കയറി കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ചേട്ടനല്ലേ ഇത്? ചേട്ടനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ 2 വാക്ക് പറഞ്ഞു. അതിന് നീ എന്തിനാണ് കിടന്ന് തുള്ളുന്നത്? നിന്റെ ഭർത്താവ് എന്താ, വല്ല സിനിമാ നടനുമാണോ? ഞാൻ പറഞ്ഞു, എൻ്റെ ഭർത്താവ് എനിക്ക് സിനിമാ നടൻ തന്നെയാണ്. അങ്ങേരുമായിട്ട് ഇവൾക്ക് വലിയ മുൻപരിചയമൊന്നുമില്ല. എന്നിട്ടും ഇങ്ങനെ കയറി മസിലുണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ അമ്മേ? എടീ, നിനക്ക് എന്തോ പ്രശ്നമുണ്ട്. പിന്നെ നിന്റെ ഭർത്താവിനെ നീ കോട്ടേഴ്സിൽ അടച്ചൊന്നും സൂക്ഷിക്കാമല്ലോ. 24 മണിക്കൂറും പുറത്തു പോയി ഡ്യൂട്ടി എടുക്കുന്ന ഒരുത്തിന് എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് പോകുന്നതെന്ന് അറിയില്ല. പുറത്തു പോകുമ്പോൾ അവൻ എന്തെല്ലാം കാണിക്കുന്നുണ്ടെന്ന് ആർക്കറിയാം? മസിൽ പെരുപ്പിച്ച് നടക്കുന്ന അവൻ്റെ സ്വഭാവം അങ്ങ് നല്ലതാണെന്നാണ് നിന്റെ വിചാരം എന്നൊക്കെ പറഞ്ഞ് അമ്മ എൻ്റെ നേരെ ചാടി. നിനക്കല്ലേലും നിന്റെ അച്ഛൻ്റെ സ്വഭാവമാണ്. അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, എൻ്റെ മോൾ എന്ത് പിഴച്ചു എന്നൊക്കെ പറഞ്ഞ് അമ്മ കള്ളക്കണ്ണീരൊഴുക്കാൻ തുടങ്ങി. ഇനി അത് കുളമാകുന്ന ഓർത്തിട്ട് ഞാൻ അടുക്കളയിലേക്ക് ചെന്നു. അപ്പോഴേക്കും അവൾ ചായയും കാപ്പിയും ഒക്കെ ഇട്ടു. ചേച്ചിക്ക് ചായയല്ലേ ഇഷ്ടം? മോനെന്താ ഇഷ്ടം? പാലാണോ? പാൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ബൂസ്റ്റ് ഇടണോ കുട്ടാ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മോനോടും അവൾ ഭയങ്കര സ്നേഹം. ചെക്കൻ അതൊക്കെ കണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. കാര്യം കുഞ്ഞമ്മയല്ലേ, കുഞ്ഞമ്മയ്ക്ക് ഇത്രയും സ്നേഹമുണ്ടെന്ന് അവന് ജീവിതത്തിൽ ഇപ്പോഴാണ് മനസ്സിലായത്. ലിപ്സ്റ്റിക്കും മേക്കപ്പും ഒക്കെ ഇട്ട് നല്ല സിനിമാ നടിയെ പോലെ സുന്ദരിയായ കുഞ്ഞമ്മയെ കണ്ടപ്പോൾ അവനും ഒരു ഇംപ്രഷൻ തോന്നിക്കാണും. കുഞ്ഞമ്മയുടെ താളത്തൊത്ത് അവനും നിന്നു. കാപ്പിയും ചായയൊക്കെ കൊണ്ട് ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് നിന്നിട്ട്, യോ ചേട്ടാ മാങ്ങ പൊട്ടിച്ചോ എന്തോ എന്ന് പറഞ്ഞിട്ട് അവൾ വീടിൻ്റെ പുറവശത്തേക്ക് പോയി. ചേട്ടാ കാപ്പി റെഡിയായി, ചേട്ടൻ ഇതുവരെ മാങ്ങ പൊട്ടിച്ചില്ലേ എന്ന് ചോദിക്കുന്നു. ഭർത്താവ് അപ്പോൾ 3 മാങ്ങയുമായി വന്നു. ഒരു മാങ്ങ എൻ്റെ കയ്യിലേക്ക് നീട്ടി. എടി കൊള്ളാകട്ടോ, ഇത് ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് കഴിക്കാൻ നന്നായിരിക്കും. ചായയും കാപ്പിയുടെ കൂടെ ഇത് കഴിക്കാൻ പറ്റുമോ മനുഷ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പറഞ്ഞു, അത് പിന്നെ കഴിക്കാമെന്ന്. അയ്യോ അതിനെന്താ, ഒരു പ്രശ്നമില്ല, ഒരു 4 മണി സ്നാക്കായിട്ട് ഞാനാണെങ്കിൽ ചെയ്തു തരാം, ഇങ്ങതാ ചേട്ടാ എന്ന് പറഞ്ഞ് അവൾ ഓടിപ്പോയി അത് നുറുക്കി അതിൽ മുളക് പൊടിയും ഉപ്പും ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട്, നോക്കൂ നല്ല ടേസ്റ്റാ, പണ്ട് ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ ചെയ്യുമായിരുന്നു, പിന്നെ ഇപ്പോൾ ബാംഗ്ലൂർ വെച്ച് ഞാൻ ചെയ്യും കേട്ടോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഭർത്താവ് അതെടുത്ത് കഴിച്ചിട്ട്, കൊള്ളാം സൂപ്പറായി, പക്ഷെ നിന്റെ ചേച്ചി ഇതൊന്നും ഉണ്ടാക്കില്ലല്ലോ. ചേച്ചി പണ്ടേ പാചകം ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളാണ്, പിന്നെ കല്യാണം കഴിച്ചപ്പോൾ ചേട്ടനെ പേടിച്ച് അങ്ങ് പാചകം ചെയ്യുന്നതായിരിക്കും എന്ന് പറയുന്നു. എനിക്കിതൊക്കെ കേട്ടിട്ട് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല. 1 മണിക്കൂർ അവിടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നിട്ട് ഞാനിങ്ങി പോന്നു. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, ചേട്ടാ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ചേട്ടന് ഇപ്പോഴാണ് ഒന്ന് കയ്യിൽ കിട്ടുന്നത്, ഫോൺ നമ്പർ ഇങ്ങോട്ട് താ. അപ്പോഴേക്ക് ഭർത്താവ് ഫോൺ നമ്പർ കൊടുക്കുന്നു. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. തിരിച്ചു വന്നപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞു. നിനക്ക് എന്താടി, അവൾ നിൻ്റെ അനിയത്തിയല്ലേ, അവൾ ഫോൺ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ കൊടുക്കില്ല എന്ന് പറഞ്ഞത്? മനുഷ്യ, ഞാൻ മിക്കവാറും ചെക്ക് ചെയ്യും കേട്ടോ. അവൾ ശരിയല്ല, അവൾ നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഓടി വരികയായിരുന്നല്ലോ. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നിനക്കാണ് എന്നെ വിലയില്ലാത്തത്, എൻ്റെ മസിലിനും എൻ്റെ പൗരുഷത്തിനുമൊക്കെ പുറത്തും നല്ല വിലയുണ്ട്. എൻ്റെ കൂടെയൊക്കെയുള്ള പെണ്ണുങ്ങൾക്കൊക്കെ എന്നെ എന്തിഷ്ടമാണെന്നറിയാമോ? നിനക്ക് മാത്രം എന്നോട് ഇഷ്ടക്കേടാണെന്ന്. ഇഷ്ടക്കേടൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ശരിയാക്കാം. നിങ്ങളുടെ ഓഫീസിൽ കാണിക്കുന്ന സ്വഭാവമൊന്നും എൻ്റെ അടുത്ത് എടുക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ ചൂടായി. എനിക്ക് ഇങ്ങനെയൊക്കെയാണെങ്കിലും എൻ്റെ ഭർത്താവിനെ വലിയ കാര്യമാണ്. അദ്ദേഹം ഒരു സുന്ദരനും എനിക്ക് ചേർന്നവനും, എൻ്റെ ഭർത്താവ് എൻ്റെ ഏറ്റവും വലിയ ഒരു ആരാധനാപാത്രവുമാണ്. അങ്ങനെയൊന്നും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇത്രയും ഒരു മെൻറ്റാലിറ്റിയാണ് എൻ്റേത്. അത് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാൻ മൊബൈൽ എടുത്താലോ പരിശോധിച്ചാലോ ഒന്നും പറയുകയില്ല. അങ്ങനൊന്നുമില്ല, എല്ലാവരോടും ജോളിയായിട്ട് പെരുമാറുമെന്നേ ഉള്ളൂ. നല്ലൊരു മനുഷ്യനാണ്, പക്ഷെ ചില സമയത്ത് സ്ട്രിക്റ്റുമാണ്. ഞാനാണെങ്കിലോ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് നിൽക്കും, ഒന്നിനൊരു കുറവും വരത്തില്ല. എല്ലാ പെണ്ണുങ്ങളും പല കാര്യങ്ങൾക്കും പറ്റില്ലെന്ന് പറയുമ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറയും, നിങ്ങളിങ്ങോട്ട് വാ, ഇന്ന് വേണോ എന്ന് ചോദിച്ചു പോലും പല കാര്യങ്ങളും അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഭർത്താവിന് ഒരു കംപ്ലൈൻറ്റ് പറയാൻ ഒന്നിലും അങ്ങനെ അവസരം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. തമാശയ്ക്ക് വല്ലതും പറയും, അതെല്ലാം നോക്കുമ്പോൾ എൻ്റെ ഭർത്താവിനെ ഞാൻ രാജാവായി ട്രീറ്റ് ചെയ്യും. അങ്ങനെയൊന്നും ഒരുത്തിനും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ എൻ്റെ ചിന്ത കാട് കയറി. സത്യം പറഞ്ഞാൽ ഇന്നുവരെ ഭർത്താവിൻ്റെ അടുത്ത് ഒരു പെണ്ണ് സാന്ദ്രമായിട്ട് പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ്. ഇവളുടെ ഈ ഒരു ആക്ഷൻസൊക്കെ ഒട്ടും ഇഷ്ടമായില്ല.
പിന്നെ അവൾ പലവട്ടം വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ പോയിട്ടില്ല. ഭർത്താവ് അവളും തമ്മിൽ ഫോൺ വിളി ഉണ്ടോയെന്ന് ഞാൻ ഒന്ന് സെർച്ച് ചെയ്തു, പക്ഷേ ഒന്നും കിട്ടിയില്ല. ഞാനത് പതുക്കെ മറന്നുപോയി. പക്ഷേ ഒരു വർഷം മുമ്പാണ് വേറൊരു സംഭവം നടക്കുന്നത്. ഒരു ദിവസം ഭർത്താവ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കയറി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എടി ഒരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, നിൻ്റെ അനിയത്തിയില്ലേ, അവൾ അവിടെ ഭർത്താവിനെ വിട്ട് വിവാഹമോചനം ചെയ്ത് വീട്ടിൽ വന്നിട്ടുണ്ടെന്ന്. അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു? അവൾ എന്നാ വന്നതെന്ന്? അവൾ ഇന്നലെ വൈകിട്ടാണ് വന്നത്. ഇന്നാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. അവൾ ഇനി തിരിച്ചു പോകുന്നില്ല, ഇവിടെ തന്നെ കാണും, അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് പറഞ്ഞത്. അത് കൊള്ളാമല്ലോ. ഇന്നുകൂടി അമ്മയെ ഞാൻ രാവിലെ വിളിച്ചതേ ഉള്ളൂ, അമ്മ ഒരക്ഷരം പറഞ്ഞില്ലല്ലോ. അത് നിന്നെ പേടിച്ചായിരിക്കും. അവൾ വിവാഹമോചനം ചെയ്തതിനെ എന്നെ എന്തിനാ അമ്മ പേടിക്കുന്നത്? നീ കിടന്ന് ചാടും, അതുകൊണ്ട് അമ്മ പറയാതിരുന്നത്. അവൾ എന്നെ വിളിച്ച് പറഞ്ഞു, നിന്നോട് പറയണമെന്ന് പറഞ്ഞു. എന്താ പിരിയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് പറഞ്ഞു, അവൾ പറഞ്ഞത് അവന് കുട്ടികളൊന്നും ഉണ്ടാകില്ല, അവർ രണ്ടുപേരും കൂടി ഇത്രയും കാലം താമസിച്ചിട്ടും അടുത്ത തലമുറ ഉണ്ടായില്ല. ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവനാണ് കുഴപ്പം. പിന്നെ അതുമാത്രമല്ല, ഇപ്പം കുറേ നാളായിട്ട് അവൻ അകൽച്ച് ഭാവിക്കുകയാണ്, അവളെ ശ്രദ്ധിക്കുന്നില്ല, അയാൾ 24 മണിക്കൂറും ഡ്യൂട്ടിയിൽ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ വഴക്കമുണ്ടായിരുന്നു. ഇനി അയാളുടെ കൂടെ താമസിച്ചു കഴിഞ്ഞാൽ അവളുടെ ജീവിതം ശരിയാകില്ല എന്ന് പറഞ്ഞാണ് അവൾ പോകുന്നത്. വിവാഹമോചനം നടക്കുമുടനെ. അപ്പം നടന്നില്ലേ? നടക്കുമെന്നാണ് അവൾ പറഞ്ഞത്. മ്യൂച്വൽ ഫയൽ ചെയ്തിട്ടാണ് വന്നത്, ഇനി പോകുന്നില്ല എന്നോട് അവൾ പറഞ്ഞു. ഇവിടെങ്ങാണ് അവൾക്ക് എന്തെങ്കിലും ഒരു ജോലി ഞാൻ ശരിയാക്കി കൊടുക്കണം, ശ്രമിക്കണേ എന്ന് പറഞ്ഞു. ആഹാ, കൊള്ളാമല്ലോ. അവൾ നിങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. അവളുടെ ചേച്ചിയായ എന്നെ അവൾ വിളിച്ചതേ ഇല്ല. അതിന് അവളുടെ നമ്പർ നിൻ്റെ കയ്യിലും നിൻ്റെ നമ്പർ അവളുടെ കയ്യിലും ഇല്ലല്ലോ. ഞാൻ അമ്മയെ വിളിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ആ നിന്നോട് പറയാതിരുന്നത്, നീ കിടന്ന് ചാടിത്തുള്ളും, അവനെ കൊണ്ട് ഒരു ഗുണവും ഇല്ലെന്നേ, കുട്ടികളും ഉണ്ടാകില്ല. ഇത്രയും നാളും അവൾ സഹിച്ച് ജീവിക്കുകയായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, അല്ല സിനിമ നടനേക്കാൾ സുന്ദരനായ അയാളുടെ കൂടെ ഇവളെന്തിനാണ് സഹിച്ച് ജീവിക്കുന്നത്? ആ അതൊന്നും അവൾ നമ്മളോട് പറഞ്ഞില്ല മോളെ. അവൾക്ക് ഒത്തിരി ദുഃഖങ്ങളായിരുന്നു. അവൾ തന്നെ കണ്ടുപിടിച്ച ആളല്ലേ, അതുകൊണ്ടാണ് അവൾ മിണ്ടാതിരുന്നത്. ഇപ്പോൾ സഹിക്കാൻ വയ്യാതായപ്പോൾ അവൾ ഇങ്ങി പോന്നു. ഇനി അവൾ കല്യാണമൊന്നും കഴിക്കുന്നില്ലെന്നാണ് പറയുന്നത്. ആ നല്ല കാര്യം, അവൾ കൂട്ടായിട്ട് ഇവിടെ നിൽക്കട്ടെ. എനിക്ക് ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു? സ്വന്തം മോള് കെട്ടുതാലി ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്കൊരു കൂട്ടാകട്ടെ എന്ന് എങ്ങനെയാണ് കരുതുന്നത്? അവർ രണ്ടുപേരും കൂടെ ഒന്നിപ്പിക്കാൻ നോക്കൂ. പിന്നെ എനിക്കതിലെ പണി. വേണ്ടെങ്കിൽ വേണ്ട, അവൾ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കട്ടെ. ഇവിടെ അവളൊരു ജോലി നോക്കുന്നുണ്ട്, അവൾക്ക് നല്ലൊരു ജോലി കിട്ടും, നല്ല എക്സ്പീരിയൻസ് ഇല്ലേ. പിന്നെ ഇനി നല്ലൊരു ചെക്കനെ കിട്ടി അവൾ കല്യാണം കഴിക്കും. അതൊക്കെ പിന്നെ തീരുമാനിക്കാം. നീ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. നിന്റെ ഭർത്താവിനെ നിന്റെ കുട്ടിയും ജീവിച്ച് നീ അങ്ങ് ജീവിക്കുക. നീ ഇവിടെ കാര്യത്തിൽ വലിയ തല പോയിക്കേണ്ട കാര്യമില്ല. നിന്നോട് പറഞ്ഞാൽ തന്നെ നീ ഭയങ്കരമായിട്ട് അലറുമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അമ്മ ഇങ്ങോട്ട് ചാടിത്തുള്ളി. ഞാൻ പിന്നൊന്നും പറയാൻ പോയില്ല. അവളായി അവിടെ പാടായി. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ക്വാർട്ടേഴ്സിലേക്ക് അവൾ കയറി വന്നു. നീ എന്താ ഇവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ എന്നോട് പറഞ്ഞു, 2-3 ദിവസം ഇവിടെ വന്ന് നിൽക്ക്, 3-4 ഇൻ്റർവ്യൂവിനുള്ള സാഹചര്യം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്, അവിടേക്ക് കൊണ്ടുപോകാമെന്ന്. അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ എടി, അതിന് നിനക്ക് വീട്ടിൽ നിന്ന് വരാനുള്ള ദൂരമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ചേട്ടനാ പറഞ്ഞത് ഇവിടെ ഒന്ന് നിൽക്ക്, പുള്ളി ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്നെ കൊണ്ടുപോകാം, പല സമയത്തായിരിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ പറഞ്ഞത്. ആഹാ, അപ്പോൾ അയാൾ നിന്നെ അങ്ങ് ഏറ്റെടുത്തോ? അപ്പോഴേക്കും അവൾ പറഞ്ഞു, ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ഒരു അസൂയുണ്ട്. ഞാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേച്ചിയുടെ ഭർത്താവിനെ ഞാൻ സ്വന്തമാക്കുമെന്ന്. എനിക്കതിൻ്റെ കാര്യമില്ല. എൻ്റെ ഭർത്താവ് ചേച്ചിയുടെ ഭർത്താവിനേക്കാൾ 100 മടങ്ങ് സുന്ദരനായിരുന്നു. അങ്ങേരുമായിട്ട് പോലും എനിക്ക് ചേർന്ന് പോകാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ചേച്ചിയുടെ ഭർത്താവിനെ ചേച്ചി തന്നെ അങ്ങ് സ്വന്തമാക്കി വെക്ക്. എനിക്ക് അങ്ങേരോട് യാതൊരു താല്പര്യമില്ല. പിന്നെ ഞാൻ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. ഞാൻ ബാംഗ്ലൂരിൽ കാണാത്ത ആൾക്കാരാണോ ഇവിടെ ഉള്ളത്? അവിടെയുള്ള ആണുങ്ങളുടെ അത്രയും സൗന്ദര്യം ആർക്കാ ഉള്ളത്? ഏത് ദേശത്തു നിന്നുള്ള ആൾക്കാരെ വേണമെങ്കിലും കാണാൻ പറ്റും. അതുകൊണ്ട് ചേച്ചി വെറുതെ എൻ്റെ തോളിൽ കയറേണ്ട കാര്യമില്ല. ഞാൻ വന്നത് ഇൻ്റർവ്യൂവിന്. പിന്നെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ സ്വഭാവം വെച്ചിട്ട് ഞാനീ കൈയൊന്ന് നൊടിച്ചാൽ മതി, അയാൾ എൻ്റെ പുറകെ കൂടിക്കോളും. എനിക്കതിന് നേരമില്ല, താല്പര്യവുമില്ല. അല്ലാതെ എന്നെ വെല്ലുവിളിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഒരിക്കലും അങ്ങനെ ആരെങ്കിലും കൈ നൊടിച്ചു കഴിഞ്ഞാൽ പുറകെ വരുന്ന ടൈപ്പല്ല. പുള്ളിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. പുള്ളി വളരെ ഡീസൻ്റാണ്. ആണുങ്ങളൊക്കെ കള്ളന്മാരാണ്. എൻ്റെ ഭർത്താവ് കള്ളനാണെന്നറിയാൻ എനിക്ക് ഒത്തിരി കാലമൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. പിന്നെ എൻ്റെ സ്വന്തം ഇഷ്ടമായതുകൊണ്ട് ഞാൻ സഹിച്ച് ജീവിക്കായിരുന്നു. അത് ചേച്ചിക്കും ഒരു ദിവസം മനസ്സിലാകും. പോടി, നിൻ്റെ ഭർത്താവിനെ പോലെയല്ല എൻ്റെ ഭർത്താവ്. അപ്പോൾ ചേച്ചി പറഞ്ഞു വരുന്നത് എന്നെ കൊണ്ടൊന്നും നടക്കില്ലെന്നാണോ? നീ ശ്രമിച്ചു നോക്കടി, മിടിക്കുകയാണെങ്കിൽ എന്ന് ഞാൻ വെല്ലുവിളിച്ചു.
പക്ഷേ അവളത് സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല മാഡം, വെറുതെ പറഞ്ഞതാണ്. പക്ഷേ ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾ കൊഞ്ചലും കുഴയിലുമായിട്ട് പുള്ളിയുടെ അടുത്തേക്കൊക്കെ ചെന്നു. എന്നാ ചേട്ടാ പോകുന്നത്, നമ്മൾ നാളെയാണോ ഇന്നാണോ ഇൻ്റർവ്യൂ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അടുത്ത് ചെന്നിരിക്കുന്നു. കാപ്പി ഉണ്ടാക്കാൻ ചാടുന്നു. മനഃപൂർവ്വമുള്ള പ്രകടനമായിരുന്നു. ഭർത്താവിനോട് രാത്രി ഞാൻ പറഞ്ഞു അവൾ ഇങ്ങനെ വെല്ലുവിളിച്ചെന്നും അതേപോലെ അവളുടെ പ്രകടനങ്ങളിൽ വീഴരുതെന്നും. അപ്പോൾ ഭർത്താവ് വെറുതെ ചിരിച്ചു. അവൾ തമാശയായിട്ട് കാണിക്കുന്നതെന്ന് എനിക്കറിയാമല്ലോ, എന്തായാലും അവളെ നമുക്ക് സഹായിക്കണ്ടേ, ഒരു ജോലി ശരിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞു. ഭർത്താവിൻ്റെ ആ പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോൾ അതും കറക്റ്റാണല്ലോ എന്നോർത്ത് ഞാൻ ഭർത്താവിനെ അവളുടെ കൂടെ പല സ്ഥലത്തും ഇൻ്റർവ്യൂവിനാണെന്ന് പറഞ്ഞ് വിട്ടു മാഡം. പക്ഷേ എൻ്റെ അനിയത്തിയല്ലേ, എനിക്ക് നല്ല സംശയമുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ കണ്ടുപിടിച്ചു വാട്സാപ്പ് ചാറ്റ്. എപ്പോഴും ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യുകയാണ്. ആ ഡിലീറ്റിനുള്ള മറുപടിയായിട്ട് വന്ന ഒരു വോയിസ് മെസ്സേജ് അവളുടേത് അവിടെ കിടക്കുന്നു. അത് അദ്ദേഹം കണ്ടില്ല. അതിനു മുമ്പേ ഞാൻ കണ്ടുപിടിച്ചു. ഇന്നലെ എൻ്റെ പൊന്നു ചേട്ടാ എന്തായിരുന്നു, പിടിച്ചിട്ട് പിടികിട്ടിയില്ലല്ലോ, മതമിളകിയ കൊമ്പനെ പോലെ ആയിരുന്നല്ലോ. അമ്മ വന്ന് അന്നേരം വിളിച്ചില്ലായിരുന്നെങ്കിൽ ചേട്ടന് നൈറ്റ് ഡ്യൂട്ടി മുഴുവനുണ്ടായിരുന്നു എന്ന് പറയേണ്ടി വന്നേനെ എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയുടെ ഒരു മനസ്സറിവോടു കൂടിയാണ് കാര്യങ്ങൾ ഇത്രയ്ക്കുമായത്. അവൾ വെല്ലുവിളിച്ചത് നേടിയെടുത്തു. എനിക്ക് വല്ലാത്ത വിഷമവും നിരാശയും ഒക്കെ തോന്നി. ഭർത്താവ് കുളിക്കുകയാണ്. അങ്ങേരെ ക്വസ്റ്റ്യൻ ചെയ്തതിന് മുമ്പ് ഞാൻ അമ്മയെ വിളിച്ചു. അമ്മ ആദ്യം ഉരുണ്ട് കളിച്ചു. പിന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, പണ്ട് അവളെ ഇവിടെ കണ്ടപ്പോൾ നമ്പർ വാങ്ങിച്ചില്ലേ, അപ്പോൾ തൊട്ട് ചേട്ടനുമായിട്ട് അവൾക്ക് വിളിയും പറച്ചിലും ഉണ്ടായിരുന്നു. നിന്റെ ഭർത്താവ് തന്നെയാണ് അവളോട് സ്നേഹം ആദ്യം പ്രകടിപ്പിക്കാൻ തുടങ്ങിയത്. അവളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കാമെന്നും ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ താല്പര്യമില്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറിക്കോളൂ, ഇനി വിവാഹമൊന്നും കഴിക്കേണ്ട, അവൻ തന്നെ അവളെ നോക്കിക്കോളാമെന്നുമെല്ലാം അവനാണ് പറഞ്ഞത്, നിന്റെ ഭർത്താവ്. അതുകൊണ്ട് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നിന്റെ ഭർത്താവിനോട് ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എനിക്ക് ശരിക്കും കലിയിളകി. ഇറങ്ങി വന്ന ഭർത്താവിനെ ഞാൻ ചോദ്യം ചെയ്തു. ആദ്യം അദ്ദേഹം ബബ്ബ അടിച്ചെങ്കിലും ഞാൻ തെളിവ് സഹിതം ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി സമ്മതിച്ചു. ഞാൻ കരഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇതിൽ കൂടുതൽ നിന്നോട് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നീ വിചാരിക്കുന്ന പോലെ നിന്റെ അനിയത്തെ കല്യാണം കഴിക്കാനൊന്നും ഞാൻ പോകുന്നില്ല. എനിക്ക് പണ്ട് മുതലേ ഇത്തരം കാര്യങ്ങളിൽ അതീവ താല്പര്യമാണ്. ഒന്നിലോ നൂറിലോ ഒതുങ്ങി നിൽക്കുന്ന ഒരു മനസ്സല്ല എൻ്റേത്. ഞാൻ ഈ ബോഡിയൊക്കെ ബിൽഡ് ചെയ്യുമ്പോഴേക്കും പല ആൾക്കാരും എൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടവരാണെങ്കിൽ ആ അവസരങ്ങളെല്ലാം എനിക്കും ഇഷ്ടമാണ്. പിന്നെ വീടും കുട്ടിയും ഭാര്യയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പുതുമകൾ തേടാനുള്ള ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. അതെപ്പോഴും ഞാൻ തേടിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ നീ നിയന്ത്രിച്ചെന്ന് പറഞ്ഞാലും എനിക്കത് നിർത്താൻ പറ്റില്ല. എനിക്ക് എന്നെന്നും എൻ്റെ പൂന്തോട്ടത്തിൽ പുതിയ പൂവുകൾ വേണം. അതിൽ ഒരു പൂ മാത്രമാണ് നിൻ്റെ അനിയത്തി. പിന്നെ അവൾ എൻ്റെ ബന്ധം കൂടി ആയതുകൊണ്ട് ഞാൻ അവളെ കൂടുതൽ സഹായിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഭർത്താവുമായി പിരിഞ്ഞു വന്ന അവളെ നിങ്ങൾ ഓരോ ആശകൾ കൊടുത്ത് എന്നെപ്പോലെ വഞ്ചിച്ചു എന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് പറഞ്ഞു, അയ്യേ ഇതാരാ നിന്നോട് പറഞ്ഞത്, അവൾക്ക് ഞാനൊരു വാഗ്ദാനം കൊടുത്തിട്ടില്ല. അവൾക്ക് ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാം, അത് ഇപ്പം തന്നെ ശരിയാകും. ആ ഒരു വാഗ്ദാനമേ ഉള്ളൂ, അല്ലാതെ അവളെ കെട്ടിക്കൊള്ളാവുന്നു ജീവിതസഖി ആക്കിക്കൊള്ളാവുന്നൊന്നും ഞാൻ ഒരിക്കലും ആരോട് വാക്ക് കൊടുത്തിട്ടില്ല. എനിക്കല്ലെങ്കിലും കല്യാണത്തിനൊന്നും താല്പര്യമില്ല. പിന്നെ വീട്ടുകാർ കല്യാണം കഴിപ്പിച്ചു തന്നത് നീയാണ്. ആ ഒരു ഭാര്യ മതിയെന്നാണ് എൻ്റെ അഭിപ്രായം. നിനക്ക് താല്പര്യമില്ലെങ്കിൽ പിരിഞ്ഞു പോകാം, എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ അനിയത്തെ വിളിച്ചു വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അനിയത്തി പറഞ്ഞു, ശരിയാ ചേച്ചി, പുള്ളിക്ക് ഈ താല്പര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അതല്ലാതെ പുള്ളിക്കാരോടും ആത്മാർത്ഥമായ സ്നേഹമുണ്ടെന്നോ അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കുന്നതെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ ഭർത്താവുമായിട്ടുള്ള ജീവിതം പിരിഞ്ഞു. പിന്നെ എനിക്കും ഈ പറഞ്ഞതുപോലെ അങ്ങേരോടൊപ്പം ഒട്ടി നിൽക്കണമെന്നൊന്നും ഒരു താല്പര്യമില്ല. പുള്ളി കാണാൻ കൊള്ളാവുന്ന ഒരാളാണ്. പുള്ളിയുടെ മെൻറ്റാലിറ്റി തന്നെയാണ് ഇപ്പോൾ എൻ്റെ മെൻറ്റാലിറ്റി. ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുമുണ്ട്. പിന്നെ എൻ്റെ ചേച്ചിയുടെ ഭർത്താവാണല്ലോ, അതിൻ്റെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അല്ലാതെ അങ്ങനെ എന്നെ കല്യാണം കഴിക്കണമെന്നോ നിങ്ങളെ വിവാഹമോചനം ചെയ്തിട്ട് എൻ്റെ കൂടെ ജീവിക്കണമെന്നോ ഒന്നും ഞാൻ പറയില്ല. പക്ഷേ അമ്മ പറഞ്ഞത്, ഓ അമ്മയോട് ഞാൻ അങ്ങനെ പറഞ്ഞത്. അമ്മയ്ക്ക് പിന്നെ ഈ കാര്യത്തിലൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നല്ല താല്പര്യമാണ്. അതുകൊണ്ട് ചേച്ചി വേണമെങ്കിൽ ചേച്ചിയുടെ ഭർത്താവിനെ നിയന്ത്രിച്ച് ജീവിച്ചോ, എനിക്കിപ്പം ആരായാലും ഒന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. പിന്നെ എന്നോടൊരു കാര്യം കൂടി പറഞ്ഞു, ചേച്ചി അറിയാത്തൊരു കാര്യങ്ങളുണ്ട്. ചേച്ചിയുടെ അമ്മ ഇവിടെ തന്നെ താമസിക്കായിരുന്നു, അതായത് നമ്മുടെ അമ്മ. ആ സമയത്ത് സ്വന്തം ഭർത്താവ് അവർക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഭർത്താവിൻ്റെ സഹായങ്ങൾ ഇവിടെയും ഉണ്ടായിരുന്നു. ചേച്ചിയുടെ ഭർത്താവ്
പ്രായഭേദമന്യേ ബന്ധത്തിൻ്റെ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സഹായം ചെയ്യുന്ന ആളാണ്. അങ്ങനെ മരുമകൻ്റെ സഹായം സ്വീകരിച്ച അമ്മായിയമ്മ തീർച്ചയായും എൻ്റെ കാര്യം വരുമ്പോൾ സപ്പോർട്ട് ചെയ്യില്ലേ? അതിലൊന്നുമില്ല, അത്ഭുതമില്ല ചേച്ചി എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും വർഷം ഞാൻ വിചാരിച്ചത് എനിക്ക് നല്ലൊരു ഭർത്താവുണ്ട്, ഞാൻ ഒരു ശീലാവതിയാണ്, എൻ്റെ ഭർത്താവ് എന്നെ മാത്രം സ്നേഹിക്കുന്ന ആളാണെന്നാണ്. അങ്ങേര് ഇത്രയും നാളും എങ്ങനെയാണ് ഇങ്ങനെ അഭിനയിച്ച് ജീവിച്ചതെന്ന് എനിക്കറിയില്ല മാഡം. സത്യമായും ഞാൻ വട്ടം കറങ്ങുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഒന്നും പറയാനില്ലായിരുന്നു. ഒരു മാസത്തോളം ഞാൻ ഹസ്ബൻഡിനോട് ഒന്നും മിണ്ടിയില്ല. എനിക്ക് പറയാൻ വാക്കുകളില്ല. പുള്ളി പറഞ്ഞു, വേണമെങ്കിൽ വിവാഹമോചനം നൽകാം, പൈസയും തരാം, നീ പൊയ്ക്കോളാൻ. ഞാൻ അതിനും മറുപടി കൊടുത്തില്ല. എൻ്റെ മോനെ ഓർക്കുമ്പോൾ എനിക്ക് ഒന്നും പറയാനും പറ്റുന്നില്ല. ഇത്തരം സ്വഭാവങ്ങൾ മാറ്റണമെന്ന് ഞാൻ ഭർത്താവിനോട് പറഞ്ഞു. പക്ഷേ ഭർത്താവ് ഒട്ടും സമ്മതിച്ചില്ല. എല്ലാം അറിഞ്ഞല്ലോ, ഇനിയിപ്പം സ്വതന്ത്രനായി ജീവിക്കണം, ഒന്നിനും ഒരു തടസ്സവും വരാൻ പാടില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. ഞാനാണ് നിങ്ങളുടെ സ്ഥാനത്തെങ്കിലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിനോട് പറയാണ്, നിന്നെ ആരെങ്കിലും പിടിച്ചു വെച്ചിരുന്നോ? നിനക്കും ജീവിതം എൻജോയ് ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞ് അവിടെയും എൻ്റെ നാവടക്കി. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അനിയത്തിക്ക് ജോലി കിട്ടി. അവൾ അധികാരത്തോടു കൂടി വന്ന് ഇവിടെ താമസിക്കാൻ തുടങ്ങി. ഇനി ഞാൻ ക്വാർട്ടേഴ്സിൽ നിൽക്കുകയാണ്. ചേച്ചി വേണമെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് വീട്ടിൽ പോയി നിൽക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇവിടെ വന്ന് താമസിച്ച അവൾ ഇവിടെയെല്ലാം കൈയേറി. അവൾക്ക് തോന്നുന്ന പോലെയാണ് ഭർത്താവ് വരുമ്പോൾ അവളാണ് റിസീവ് ചെയ്യുന്നത്. അവൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളതുപോലെ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നു. ഞാൻ ചോദ്യം ചെയ്യാൻ പോയില്ല. പക്ഷെ അവൾ ഇങ്ങോട്ട് പറഞ്ഞു, ചേച്ചിക്ക് ആവശ്യമില്ലാത്തത് മറ്റൊരാൾ ഉപയോഗിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ, ഒന്നും സ്വന്തമാക്കി വെക്കാൻ ആകില്ല ചേച്ചി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ അവളാണ് നോക്കുന്നത്. ഞാനൊരിടത്ത് മോഹമായി കഴിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനിടയ്ക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി. അവൾ വന്നതിൽ പിന്നെ അവൾക്ക് ഇവിടെ പല ആൾക്കാരുമായിട്ടും ബന്ധമുണ്ട്. എൻ്റെ ഭർത്താവ് തന്നെയാണ് അതിൽ മുൻകൈ എടുക്കുന്നത്. അങ്ങനെ കുറേ രംഗങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിനോട് ഞാൻ ചോദിച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നിനക്ക് ഏറ്റവും നല്ലതല്ലേ, എന്തിനാണ് ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നത്? പഴയ കാലത്തെ സിനിമകളിലെ പോലെ കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ക്വാർട്ടേഴ്സിൽ എത്രയോ നല്ല ആൾക്കാരാണ്, സൗന്ദര്യമുള്ളവർ. നീയും അവാർഡ് പടം പോലിരിക്കാതെ ഞങ്ങളുടെ കൂടെ കൂടുമോളെ, നമുക്ക് ഒന്നിച്ച് ആടിപ്പാടി രസിക്കാം എന്നാണ് ഭർത്താവ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഭർത്താവ് അവിടെ വന്ന ഒരു യങ്ങസ്റ്റായിട്ടുള്ള ഉദ്യോഗസ്ഥനുണ്ട്. അങ്ങേരെ കാണിച്ചിട്ട് അങ്ങേർ എന്തിനു റെഡിയാണ്, നിന്നെ അവന് ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞു. റെഡിയാണെങ്കിൽ ചേച്ചിക്ക് വേണ്ടി ഞാൻ സപ്പോർട്ടുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ മറക്കൂ ചേച്ചി, പുതിയ രീതിയിൽ നമുക്ക് ജീവിക്കാമെന്നാണ് അനിയത്തി പറയുന്നത്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഒഴുക്കിനെതിരെ നീന്തണോ അതോ ഇവരുടെ കൂട്ടത്തിൽ ചേരണോ ഒന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാഭിമാനമുള്ളവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ. വേണ്ടെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ ധൈര്യസമേതം ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിച്ച് നമ്മുടെ ജീവിതം നോക്കുക. അതിൽ ഒറ്റ തീരുമാനമേ ഉള്ളൂ. നിങ്ങൾക്കൊറ്റ ഡിസിഷൻ എടുത്ത് നിങ്ങളുടെ കാലിൽ നിൽക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ അവരുടെ കൂട്ടത്തിൽ ചേരുകയാണെങ്കിൽ അവിടെ വെല്ലും ബ്രേക്കും ഒന്നുമില്ല. ഇഷ്ടം പോലെ ഇങ്ങനെ പാറി പറന്ന് നടക്കാം. എല്ലാവരും സമൂഹത്തിന് മുമ്പിൽ ഭാര്യയാണ്, ഭർത്താവാണ്, അനിയത്തിയാണെന്നൊക്കെ പറയാം. അത്രയേ ഉള്ളൂ. എല്ലാം ഒരു പുകമറ മാത്രം. പക്ഷേ അതെല്ലാം സഹിച്ച് എത്ര പേർക്ക് ഇതൊക്കെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവരുടെ കൂട്ടത്തിൽ ചേരണം നമുക്ക് ഉപദേശിക്കാനും പറ്റില്ല. പക്ഷേ നിങ്ങളുടെ തീരുമാനം നിങ്ങളുടെ മാത്രമായിരിക്കും. നിങ്ങൾക്ക് ഏത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. പക്ഷേ അത് പെട്ടെന്നെടുത്താൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതെ, മനോവിഷം ഉണ്ടാകാതെ അവിടെ നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ സ്വന്തമായൊരു ജീവിതം ആരംഭിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇതിൽ ഒരു തീരുമാനം എടുക്കുക. അല്ലാതെ ഇപ്പോൾ വേറെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. അവിടെ ഇവിടെ അല്ല എന്നുള്ള രീതിയിൽ പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് തീരുമാനം പെട്ടെന്ന് എടുക്കുക.